ഹായ് നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ എപ്പിസോഡ് വളരെ വ്യത്യസ്തമാണ്. നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് വളരെ സ്പെഷ്യലായ ഒരു ഗസ്റ്റാണ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ ഇൻട്രൊഡക്ഷൻ. 2000-ൽ വലിയേട്ടൻ എന്ന മൂവിയിലൂടെ മലയാളികൾക്ക് കിട്ടിയ വളരെ എനർജറ്റിക് ആൻഡ് ഹാൻസം ആയ ഒരു സിംഗർ. 250-ലധികം ഫിലിമുകളിൽ പാടി മലയാളികൾക്ക് പ്രിയപ്പെട്ടതായി മാറിയ വളരെ ഫേമസ് ആയ ഒരു പ്ലേബാക്ക് സിംഗർ അഫ്സൽ ആണ് ഇന്ന് നമ്മോടൊപ്പം ഗസ്റ്റായി എത്തിയിരിക്കുന്നത്. അഫ്സൽ ഖേനെ വളരെ സ്നേഹത്തോടെയും ആദരവോടും ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. നമുക്ക് 3 സെഗ്മെന്റ് ആയിട്ട് തുടങ്ങാം. നമുക്ക് ഫിലിം സോങ്സ്, അതോടൊപ്പം തന്നെ മാപ്പിളപ്പാട്ടുകൾ, പിന്നെ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ്, അതിലൊക്കെയാണല്ലോ തുടക്കം. അപ്പൊ നമുക്ക് അതിലൊക്കെ കൂടിയിട്ട് ജസ്റ്റ് ഒരു ഗോ ത്രൂ ആയിട്ടാണ്. അപ്പം ഈ ഫസ്റ്റ് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങിൽ നിന്നാണല്ലോ. ഫസ്റ്റ് 96-ലാണ് ഞാൻ എൻ്റെ ഒരു വോയിസ് ഒരു കാസറ്റിലേക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നത്. 96-ലാണ് ഞാൻ പാടുന്നത്. അതൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആയിരുന്നു. അത് കൊച്ചിയിലുള്ള ഹാർട്ട് ബീറ്റ്സ് എന്ന് പറഞ്ഞൊരു ഗോസ്പൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു ആൽബം, അവർ കുറേ ആൽബംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അവരുടെ ഒരു ആൽബത്തിന് ഞാൻ ഒരു റിതം പ്രോഗ്രാമറും കൂടിയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അവരുടെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് ഒരു പാട്ട് റെക്കോർഡ് ചെയ്തപ്പോൾ എന്നെ അങ്ങനെ ട്രൈ ചെയ്തതാണ്. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് എൻ്റെ ഒരു വോയിസ് ഫസ്റ്റ് ഒരു കാസറ്റിലേക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തത്. പിന്നെ ആ പാട്ട് എല്ലാവരും കേട്ട് കഴിഞ്ഞപ്പോൾ കുറേ അത് ബേസ് ചെയ്തിട്ട് കുറേ ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ടുകളൊക്കെ ഞാൻ പാടൊരു കണ്ടിന്യൂസ് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ടുകൾ പാടുന്നുണ്ട്. പിന്നെ സിനിമയാണ് ഞാൻ പാടുന്നത്. ഈ ഫസ്റ്റ് റെക്കോർഡിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവല്ലോ, ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് നമ്മുടെ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് ഞാൻ റിതം പ്രോഗ്രാമറാണ്. ഞാൻ കുറേ പാട്ടുകൾക്ക് റിതം പ്രോഗ്രാമിങ് ചെയ്യാറുണ്ട്, റെക്കോർഡിങ്സിനൊക്കെ. ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഏറ്റവും ഹിറ്റായിട്ടുള്ള പാൽനില പുഞ്ചിരി എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ, അതിനും പിന്നെ അതേപോലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങാണ് നമ്മുടെ ഇസ്രായേലിനാഥനായ. ആ പാട്ടുകൾക്കൊക്കെ റിതം ചെയ്തേക്കണ ഞാനാണ്. അതിൻ്റെ പ്രോഗ്രാം റിതം ഒറിജിനൽ പാട്ടിന് ഞാനാണ് ചെയ്തത്. അപ്പം അങ്ങനെ കുറേ വർക്കുകൾക്ക് പോണോണ്ട് ആ ബേസിസിൽ ഞാനൊരു സിംഗറും കൂടി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ ഹാർട്ട് ബീറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ കൂടെ പാട്ട് പാടാനുള്ള അവസരം കിട്ടി. അങ്ങനെയാണ് ആ റെക്കോർഡിങ്ങിൻ്റെ ഒരു ഇത് തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു അതിൻ്റെ റെക്കോർഡിങ് നടന്നത്. ഇവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ മിസ്റ്റർ ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കറിയാം ഞാൻ സിംഗറും കൂടിയാണെന്നുള്ള. അങ്ങനെ പുള്ളിയുടെ ഒരു റെക്കമെൻഡേഷനും കൂടി ഉണ്ടായിരുന്നു ഈ ഹാർട്ട് ബീറ്റ്സ് ഗ്രൂപ്പിൻ്റെ അടുത്ത്. അഫ്സൽ നല്ലൊരു സിംഗറും കൂടിയാണ്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് റെക്കോർഡിങ് ചേതന സ്റ്റുഡിയോയിൽ വെച്ച് പാടുന്നത്. അപ്പോൾ ആ പാട്ട് പിന്നീട് കുറേ ക്രിസ്ത്യൻ ഡിവോഷണൽ കേൾക്കുന്ന ഓഡിയൻസിലേക്ക് ഭയങ്കര ഹിറ്റായി. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നീട് കുറേ പാട്ടുകൾ, അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങി. ഫസ്റ്റ് പാട്ട് ഞാൻ 4 വരി പാടാം. ഇരുട്ട് കണ്ണിനെ മൂടിയതാൽ എങ്ങു പോവതറിഞ്ഞില്ല, ഇരവ് മാനസം മൂടിയതാൽ എന്ത് ചെയ്യുന്നെന്നറിഞ്ഞില്ല, ദൂരത്തേക്ക് നടക്കണമെന്ന ദീപം തെളിക്കാൻ അറിഞ്ഞില്ല, ദൂരത്തേക്ക് നടക്കണമെന്ന ദീപം തെളിക്കാൻ അറിഞ്ഞില്ല, ഇരുട്ട് കണ്ണിനെ മൂടിയതാൽ എങ്ങു പോവതറിഞ്ഞില്ല, ഇരവ് മാനസം മൂടിയതാൽ എന്ത് ചെയ്യുന്നെന്നറിഞ്ഞില്ല. ഇങ്ങനെ ഒരു പാട്ടായിരുന്നു ഫസ്റ്റ് ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ട്. ഈ പാട്ടാണ് ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് കാസറ്റിൽ. പിന്നെ അതായിട്ട് അങ്ങനെ കുറച്ച് വർക്കുകൾ ഞാൻ പാടാൻ തുടങ്ങി. അങ്ങനെ ഈ ഞാൻ പറയും പാൽനില പുഞ്ചിരി, ആ പാട്ടിൻ്റെയൊക്കെ വർക്കിൽ, അതായത് ആ വർക്കിൻ്റെ പേര് മിതാദ് എന്ന് പറഞ്ഞ കാസറ്റ് ആൽബം ഈ ഈസ്റ്റ് കോസ്റ്റ്. കെ ലത്തീഫായിരുന്നു അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ പുള്ളി ഞാനായിരുന്നു അതിൻ്റെ ആ ആൽബത്തിലെ എല്ലാ പാട്ടുകൾക്കും റിതം ഞാനാണ് പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ ലത്തീഫ് ഖാൻ എൻ്റെ നാട്ടുകാരനാണ്, കൊച്ചിക്കാരനാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് എനിക്കൊരു പാട്ട് പാടിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിലെല്ലാ പാട്ടുകളും ഹിറ്റാണല്ലോ. പാൽനില പുഞ്ചിരി മാർക്കോസ് ചേട്ടൻ പാടിയിരിക്കണം. അങ്ങനെ കുറേ പാട്ടുകൾ അങ്ങനെ പാടിയിട്ടുണ്ട്. അങ്ങനെ കണ്ണൂർ ഷെരീഫ് എല്ലാവരും പാടും. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ആ ആൽബത്തിൽ ഒരു പാട്ട് എനിക്ക് പാടാൻ പറ്റും. ഇതാ ബഹറിനക്കരെ ഉണ്ടൊരു നാട് എന്ന് പറഞ്ഞൊരു പാട്ട് അധികം പാടിക്കണേ എനിക്ക് തീരെ വയ്യാതിരിക്കും. ഓക്കെ, ഞാൻ പാടാം. ബഹറിനക്കരയുണ്ടൊരു നാട്
ബഹുമാനമേറിടും നാട് ബദറുൽ ഹുദ തങ്ങളുടെ നാട് അല്ലമീനോടിക്കളിച്ചു നടന്നൊരു സുന്ദര നാട്. ഇതൊരു പാട്ടായിരുന്നു. അത് OM കർവാറുകൊണ്ടായിരുന്നു എഴുതിയത്. ലത്തീഫ് സാഹിബ് മ്യൂസിക് ചെയ്ത ഈസ്റ്റ് കോസ്റ്റിൻ്റെ റിലീസായിരുന്നു മിതാസ് എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയാണ് ഞാൻ മാപ്പിളപ്പാട്ടുകൾ തുടങ്ങുന്നത്. അതെനിക്ക് തോന്നുന്നു 2000-ലായിരുന്നു മിതാദ്. 96-ൽ ക്രിസ്ത്യൻ ഡിവോഷനുകൾ പാടി തുടങ്ങി. 2000-ലാണ് മിതാദിൽ പാടി തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ സിനിമകളും സ്റ്റാർട്ട് ചെയ്തത്. വലിയേട്ടൻ എന്നുള്ള വലിയേട്ടൻ 2000-ല് അതിന്റെ എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഈ എല്ലാം എൻ്റെ റിതം പ്രോഗ്രാമിങ്ങിന് ബേസ് ചെയ്തിട്ടാണ്. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ ഒക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ മോഹൻ സിത്താരുടെ കൂടെ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ പുള്ളിയുടെ ദാദാ സാഹിബ് എന്ന് പറഞ്ഞ സിനിമയുടെ അല്ലിയാമ്പൽപ്പൂ എന്നുള്ള പാട്ടാണ്. അതിന് ഞാനാണ് റിതം പ്രോഗ്രാം ചെയ്തിരുന്നത്. അപ്പോൾ ആ പാട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോഹൻ സിത്താർ പറഞ്ഞിങ്ങനെ ഒരു പാട്ട് ഉണ്ട് അഫ്സല്. അപ്പോൾ ഞാൻ ആ ടൈമിൽ തന്നെ റിതം പ്രോഗ്രാമിങ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മോഹൻ സിത്താരൊക്കെ അറിയാൻ ഞാൻ പാടുന്നുള്ളത്. പല പാട്ടുള്ളതിനെ കൊണ്ട് ട്രാക്ക് പാടിക്കും, കോറസ് പാടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ചില ഹമ്മിങ് ഒക്കെ പാടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ദാദാ സാഹിബിൽ അല്ലിയാമ്പൽപ്പൂവെ ചെയ്തുകൊണ്ടിരിക്കുന്ന മുമ്പിൽ അഫ്സല് ഒരു പാട്ട് ചെയ്യാണ്ടിട്ടെന്ന് പറഞ്ഞു. ഞാൻ വെച്ച ട്രാക്കായിരിക്കും എന്ന് ചോദിച്ചാൽ പക്ഷേ നാളെ നമുക്ക് എടുക്കാം സ്ട്രൈറ്റ് സോങ് ആണെന്ന് പറഞ്ഞു. വലിയേട്ടൻ എന്ന് പറഞ്ഞ മൂവിയിലായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റണ്ടായി. പെട്ടെന്ന് നമ്മളങ്ങനെ പ്രതീക്ഷിക്കാതെ നമ്മളെയൊക്കെ കൊണ്ടുവന്ന് പാടിക്കുന്നു. അങ്ങനെയാണ് ആ പാട്ട് സിനിമയിൽ ഉണ്ടായില്ല. കണ്ടില്ല മുമ്പിലും കൊണ്ട് MG ശ്രീകുമാരേട്ടനായിട്ട് ഗിരീഷ് അതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ പാട്ടുകളും ഗിരീഷ് ഏട്ടനാണ് എഴുതിയിരിക്കണം വലിയേട്ടൻ. പക്ഷേ ഈ പാട്ട് ഷിബു ചക്രവർത്തിയാണ് എഴുതിയിരിക്കുന്നത്. ആ പാട്ട് അങ്ങനെയാണ് സിനിമയിലേക്കുള്ള എൻട്രി. 2000-ൽ സിനിമയിൽ പാടിയെങ്കിലും പിന്നെയും 2002 അതിൻ്റെ കല്യാണരാമളും നമ്മളൊക്കെയാണ് പിന്നീട് വന്നത്. അതെ അതെ. അപ്പൊ ആ ഒരു 2000-നും 2002-നും ഇടയ്ക്ക് ഗ്യാപ്പിൽ ചില സിനിമകളൊക്കെ പാടി. സുന്ദരപുരുഷൻ, വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട്, പിന്നെ അതേപോലെ ജഗദീഷൻ ടൗൺ, സ്വർണ്ണ മെഡൽ, അങ്ങനെ കുറെ സിനിമകളൊക്കെ പാടി. അതില് കല്യാണരാമനിലെ കൈത്തൊടി താളം, അത് ഞാൻ എപ്പോഴും പാടാറുള്ള പാട്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പല മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ ഞാൻ റിതം പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യണ പോലെ തന്നെ ബേണി ഇഗ്നീഷ്യസിന്റെ കൂടെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് നേരത്തെ മുതലേ അറിയാം, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പൊ പുള്ളിക്ക് ഞാൻ പാടുന്നില്ല. അങ്ങനെയാണ് എന്നെ ട്രാക്ക് പാടാൻ വേണ്ടി വിളിക്കണം, കല്യാണരാമന്റെ കമ്പോസിങ്ങിനും ട്രാക്ക് പാടാൻ. അങ്ങനെ അതിന്റെ പാട്ടുകളൊക്കെ പാടി ഞാൻ ഒരു പാട്ട് ഫസ്റ്റ് ആ ഒരു കമ്പോസ് ചെയ്ത പാട്ട്, അതിൽ അത് ഞാൻ ട്രാക്ക് പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഡയറക്ടർ ഷാഫി, അതേപോലെ പ്രൊഡ്യൂസറും ലാൽ, നമ്മുടെ ആക്ടർ ലാൽ, അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവർ പറഞ്ഞ് നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്, പുതിയ വോയിസ് ആയിട്ട് തോന്നുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ അഫ്സലിന് ഒരു പാട്ട് ഇതിൽ കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കടലിൽ നിന്നുള്ള പാട്ടായിരിക്കും എന്നെ കൊണ്ട് പാടിക്കുന്നത് വിചാരിച്ചു. പക്ഷെ അതല്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ പാട്ടുകളും, അത് കഴിഞ്ഞിട്ട് തിങ്കളെ പൂത്തിങ്കളെ, അത് കഴിഞ്ഞിട്ട് മറ്റേ തുമ്പിക്കല്യാണത്തിനെന്നുള്ള പാട്ട്, അല്ലല്ല അത് ജിശ്രീമാൻ, അതല്ല അതിലെ ട്രാക്ക്, എല്ലാ പാട്ടുകളും ഞാൻ ട്രാക്കാണ് പറയുന്നത്. അപ്പൊ കൈത്തൊടി താളം ഞാൻ കേട്ടിട്ടുണ്ടായില്ല, അത് ലാസ്റ്റ് കമ്പോസ് ചെയ്ത പാട്ടാണ്. പക്ഷെ ആ പാട്ട് ഇഗ്നീഷ് ചേട്ടനും ബാൻ ചേട്ടനും ഇഗ്നീഷ് ചേട്ടനും പറയും ഇങ്ങനെ ഒരു പാട്ടുണ്ട് ഇതിൽ, അത് നോർത്തിൽ നിന്ന് ആരെങ്കിലും കൊണ്ട്, ശങ്കർ മഹാദേവൻ അങ്ങനെ ആരെങ്കിലും കൊണ്ട് പാടിക്കാനിരിക്കുന്നത്. അങ്ങനെ അത് എന്നെ കേൾപ്പിച്ച്, നീ ഒന്ന് ട്രാക്ക് പാടിയിട്ടേക്കണം പാടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ലാല് പറഞ്ഞ് നമുക്ക് അങ്ങനെ പോകണ്ട, നമുക്ക് അഫ്സലിനെ കൊണ്ടൊന്ന് പാടിച്ച് നോക്കാം നമുക്ക്. അപ്പം ഇവർക്കും താല്പര്യമുണ്ട്. അങ്ങനെയാണ് ആ പാട്ട് പാടുന്നത്. പിന്നെ അപ്പം തന്നെ കൈത്തൊടിക, മറ്റേ തിങ്കളെ പൂത്തിങ്കളെ ശ്രീകുമാറിൻ്റെ കൂടെ, ശ്രീകുമാരേട്ടൻ്റെ കൂടെ, അങ്ങനെ കല്യാണരാമനിൽ 2 പാട്ട് പാടി. ആ സെയിം ടൈമിലാണ് നമ്മൾ ഫിലിമിൻ്റെ കമ്പോസിങ് നടക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മളും പാടുന്നത്. 2 സിനിമയും 2002-ൽ ക്രിസ്മസ് റിലീസ് ചിത്രങ്ങളായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ടേക്ക് ഓഫ് എന്ന് പറയാം ശരിക്കും മലയാള സിനിമയിലേക്ക്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പാരലലി ഈ പറഞ്ഞ ആൽബങ്ങളും മാപ്പിളപ്പാട്ടുകളും ഡിവോഷണൽ സോങ്സുകളും എല്ലാം പാടിക്കൊണ്ട് സിനിമകളും പാടി ഇന്നും വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിട്ടുണ്ട്. കൈ തുടിത്താളം തട്ടിത്തേ തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി, കൈ
മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടിമേ മലർച്ചെണ്ടും കൊണ്ടേ വാ ആൺകിളിയോ ഓ ഓ താങ്ക് യു. സോറി, എനിക്കറിയാം സൗണ്ട് ഒക്കെ ഇന്നത്തെ പാട്ടധികം പാടിച്ചില്ലെങ്കിൽ നന്നായിരുന്നു. അല്ല, നമ്മളിങ്ങനെ ചാറ്റിനെക്കാട്ടിലും ഓഡിയൻസ് ഇൻട്രസ്റ്റഡ്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രാവലിങ്ങും പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ത്രോട്ട് നമുക്ക് റെസ്റ്റ് പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ്. പിന്നെ 2004 വരികയാണെങ്കിൽ റൺവേ എന്ന മൂവിയിലെ സിനിമകൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് കുറെ പാട്ടുകൾ പാടി. സോങ് എന്ന് പറയുന്ന ഒരു മാസ് അപ്രോച്ച് കിട്ടിയ അത് പിന്നെ ആ കാലഘട്ടത്തിൽ ദിലീപേട്ടന്റെ കുറെ അങ്ങനത്തെ മാസ് മൂവി ഫിലിംസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ എനിക്കും ഒരു പാടാനുള്ള കുറെ പാട്ടുകൾ ഈ ഷാബയാണെങ്കിലും പിന്നെ മറ്റേ ലയനിലെ ചിരിമണി മുല്ല്, പെരുമഴക്കാലത്തിലെ മെഹറുബ, അങ്ങനെ ദിലീപേട്ടൻ്റെ കുറെ സിനിമകൾ എനിക്ക് അങ്ങനെ പാടാം. അപ്പൊ അങ്ങനെ ഒരു ദിലീപേട്ടൻ്റെ മിക്ക സിനിമകളും പാടുന്നത് ശങ്കർ മഹാദേവനും ഉദിത് നാരായണനൊക്കെയാണ് പാടുന്നത്. CID മുസ്ലിമിന്റെ ചിലമ്പൊലിക്കാറ്റ്, പിന്നെ മുന്തിരിപ്പാടം, അതൊക്കെ ഉദിത് നാരായണനും പിന്നെ ശങ്കർ മഹാദേവൻ ചിങ്ങമാസം ഇതൊക്കെ പാടിയിരുന്നു. അപ്പൊ അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് അവരായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ സിനിമകൾ. അത് കഴിഞ്ഞിട്ട് എനിക്കും കൂടി ഒരു ചാൻസ് കിട്ടി. അങ്ങനെ മറ്റേ നമ്മുടെ ഏതാണ് സിനിമ, ഒരു സിനിമയിലാണ് ഞാൻ മറ്റേ മോഹൻ സിത്താരുടെ ഒരു സിനിമയിലാണ് ദിലീപേട്ടൻ്റെ ഫസ്റ്റ് ഞാൻ പാടുന്നത് മുല്ലപ്പൂവിൻ മുട്ട എന്നുള്ളൊരു പാട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല ഹിറ്റായപ്പോൾ പിന്നീട് ഞാൻ ദിലീപേട്ടൻ്റെ സിനിമകളിലൊക്കെ പിന്നീട് ഈ ഷാബ ഇതൊക്കെ പാടി തുടങ്ങി. അങ്ങനെ കുറേ പാട്ടുകൾ പാടാൻ പറ്റി പുള്ളിക്ക് വേണ്ടിയും. പിന്നെ അതേപോലെ മറ്റുള്ള ആക്ടേഴ്സിനൊക്കെ പാടാൻ പറ്റി. മോഹൻലാൽ സാറിന് വേണ്ടി പാടി, ഹലോ എന്ന് പറഞ്ഞ സിനിമയിൽ പാടി, പിന്നെ അതേപോലെ ചോട്ടാ മുംബൈയിൽ പാടി. അപ്പോൾ ഒരു ഈ പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഈ പറഞ്ഞാൽ അവർക്കൊക്കെ വേണ്ടി പിന്നണിയിൽ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വലിയൊരു സന്തോഷം തന്നെ. രണ്ടും എനിക്ക് ഇഷ്ടമാണ്. ഫാസ്റ്റ് സോങ് ഇപ്പോൾ ഒരു ട്രെൻഡി ആയിട്ടുള്ള കുറേ പാട്ടുകൾ ആ കാലഘട്ടത്തിൽ കുറേ വന്നു. ഞാൻ ഗാനമേളക്ക് SPB സാറിൻ്റെ പാട്ടുകൾ, SP ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ പാട്ടുകൾ, തമിഴ് സോങ്സ് പാടിയാണ് ഞാൻ ഗാനമേളകളിലൊക്കെ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിംഗിങ് ആറ്റിറ്റ്യൂഡൊക്കെ അടിപൊളി മലയാളത്തിൽ കുറച്ചൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി എനിക്ക്. ഇപ്പൊ രാക്ഷസി എന്നുള്ള പാട്ടൊക്കെ അതൊക്കെ അങ്ങനത്തെ സ്റ്റൈൽ പുള്ളി പാടുന്ന ഒരു സ്റ്റൈലുള്ള ഗിമിക്കുകളൊക്കെ പാട്ടുകളിലൊക്കെ ചെയ്യാൻ പറ്റി. അങ്ങനെ ഈ പറഞ്ഞ ഇഷ്ടമല്ലടാ എന്നുള്ള പാട്ട്, അതൊക്കെ സ്വപ്നക്കൂടില്ല, അതൊക്കെ SPB സാറ് അങ്ങനെ ആ കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിലേക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു പാട്ടൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ അപൂർവ സഹോദരങ്ങളിലൊക്കെ വാഴ വയ്ക്കും കാതലിക്ക് ഇഷ്ടമല്ല, അങ്ങനത്തെ ആ ഒരു പുള്ളി ചെയ്യുന്ന ആ ഒരു ഡൈനാമിക്സും അതൊക്കെ നമ്മൾ പുള്ളിയുടെ പാട്ടുകൾ പാടുന്നതുകൊണ്ട് നമുക്ക് മലയാളത്തിലും അതൊക്കെ കുറെ കൊണ്ടുവരാൻ പറ്റി. അതൊരു നമ്മളൊരു എന്താ പറയാ അനുകരണമല്ല, എന്നാലും നമ്മൾ ഒരു ഇംപ്ലിമെന്റേഷൻ എന്ന് പറയും. ഒരു നമ്മളെപ്പോഴും നമ്മുടെ ഒരു മാനസഗുരു എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ലെജൻഡറി സിംഗർ നമുക്ക് ഓരോ സിംഗേഴ്സിനും ഉണ്ടാവും. SPB സാറാണ് എൻ്റെ ഒരു മാനസഗുരു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ നമ്മൾ പല പാട്ടുകളും അപ്രോച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ പാട്ടുകൾ മലയാളത്തിൽ ആ രീതിയിൽ ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റേതായിട്ടുള്ള ശൈലിയുള്ള കുറേ പാട്ടുകൾ ചെയ്യാൻ പറ്റി. പിന്നെ മെലഡി പാടാനും ഭയങ്കര ഇഷ്ടമാണ്. രാപ്പകലിൽ ഒരു മെലഡി സോങ് പാടിയിട്ടുണ്ട്. മമ്മൂക്കാട സിനിമകളിൽ ചിലപ്പോൾ മമ്മൂക്കാട ലിപ്പ് ചെയ്യുന്നതായിട്ട് ഞാൻ പാടിയിട്ടില്ല. കാരണം മമ്മൂക്കാട ഗാംഭീര്യമായിട്ടുള്ള ദാസാറ് തന്നെ പാടണം മമ്മൂക്കാക്ക് വേണ്ടി. പക്ഷെ രാപ്പകൽ എന്ന് പറഞ്ഞ മൂവിയിലൊരു സിറ്റുവേഷൻ സോങ് പോകാതെ കരിയിലക്കാറ്റ് എന്നുള്ള പാട്ട്, അതൊരു മെലഡിയസ് ആയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ എനിക്കൊരു ചേഞ്ച് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്സൽ എന്നുള്ള സിംഗർ ഒരു അടിപൊളി പാട്ടുകാരൻ എന്നുള്ള ബ്രാൻഡ് ചെയ്യപ്പെടുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പാട്ട് മോഹൻ സിത്താരൻ, കമൽ സാറൊക്കെ കൂടി എനിക്ക് തരുന്നത്. അപ്പം അത് വലിയൊരു ഇതായി. പോകാതെ കരിയില കാറ്റേ എങ്ങും പോകാതെ ഇളവയിൽ തുമ്പി പോകാതെ നമ്പല കിളിയേ ദൂരെ പോകാതെ ആലിലക്കുരുവി സ്നേഹപ്പൊന്മാനെ അമ്മപ്പൂവാലി എന്നും മുറ്റത്തി നന്മ മരമില്ലേ ഓ
മുറ്റത്തി നന്മ മരമില്ലേ. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകളും എനിക്ക് വഴങ്ങുന്നുള്ള രീതിയിൽ എനിക്ക് ഈ പാട്ടിലൂടെ നമുക്ക് കാണിക്കാം. പിന്നെ അതിനുശേഷം കുറെ പാട്ടുകൾ സിനിമകളിലൊക്കെ പാടി. ഈ ഇൻഡസ്ട്രി ആൻഡ് കൊളാബറേഷനിലേക്ക് വരുന്ന ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കൂടെ അതുപോലെ ഫേവറേറ്റ് കോസിംഗേഴ്സിന്റെ കൂടെയൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു ന്യൂ ജനറേഷൻ സംഗീതത്തെ പറ്റിയിട്ട് എന്താണ്? അല്ല, ന്യൂ ജനറേഷൻ അങ്ങനെ ഇല്ല. സിനിമകളിൽ മാത്രമല്ല പാട്ട്. ഇപ്പോഴത്തെ സിനിമകളിൽ പാട്ടുകൾ കുറവാണ്. കാരണം ഇപ്പോഴത്തെ മലയാളം സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ലോകോത്തര നിലവാരത്തിലാണ് സിനിമകൾ വരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ പാട്ടുകളില്ല എന്നുള്ളതാണ് വലിയൊരു സങ്കടം. അങ്ങനല്ല, കാരണം മനസ്സിൽ തങ്ങുന്നില്ല. ഇപ്പോഴത്തെ സിനിമകളിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളുടെ ആവശ്യമില്ല. അതുകൊണ്ട് സിനിമകൾ അങ്ങനെയാണ്, അതിന്റെ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഒരു പാട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഞാനിപ്പോ മെഹർബ പാടിയ ദിലീപേട്ടനത് മാണിക്കൊക്കെ പുള്ളി ലിപ്പ് ചെയ്ത് അഭിനയിക്കുന്നതാണ്. ഇന്നിപ്പോ അങ്ങനെ ഒരു ആരെങ്കിലും അഭിനയിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ ഒരു റീ റെക്കോർഡിങ് പോലെയാണ് സിനിമകളിൽ പാട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത്. അല്ലാണ്ട് അതൊരു പുതിയ ജനറേഷനെ കുറ്റം, അവര് കാലിബറുള്ള പുതിയ ജനറേഷൻ മ്യൂസീഷ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവർക്ക് സിനിമകളിൽ പാട്ടുകൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറവാണ് അവർക്ക്. അപ്പൊ പഴയത് പുതിയൊന്നുമില്ല. ഇപ്പൊ നല്ലൊരു മ്യൂസിക് ഓറിയന്റഡ് സിനിമ വന്നാൽ ചിലപ്പോൾ കുറെ നല്ല പാട്ടുകൾ വരും. അത് ചെയ്യാവും കഴിവുള്ള കുറെ പുതിയ ജനറേഷൻ പിള്ളേര് മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ സിനിമകളിൽ പാട്ടില്ല. അതുകൊണ്ടാണ് അത് സിനിമകളുടെ കുഴപ്പമില്ല. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള സിനിമകളൊക്കെ വളരെ ക്വാളിറ്റിയോടുകൂടി പുതിയ ജനറേഷൻ അവർ ചെയ്യുന്നുണ്ട്. നല്ല ശരി ഇന്റർനാഷണൽ ലെവലിൽ ശരിക്കും ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു ഇംഗ്ലീഷ് ഫിലിം കാണുന്ന ഒരു പ്രതീതിയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പാട്ടുകൾക്കുള്ള സ്ഥാനം വളരെ കുറവാണ് സിനിമകളിൽ. തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പൊ നമ്മുടെ കാറ്റഗറിയിൽ വന്നിട്ടുള്ള എല്ലാ സിംഗേഴ്സും ചെയ്തിട്ടുള്ള ആ കാലഘട്ടത്തിൽ 2000 മുതൽ ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റേജിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പാടുമ്പോൾ, കാരണം ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർ ഇപ്പോൾ വേൾഡിൽ പല സ്ഥലത്തും വർക്ക് ചെയ്യുന്ന ആ ഒരു ജനറേഷനൊക്കെ അവരുടെ ഒരു ടീനേജ് കാലത്ത് വന്ന പാട്ടുകളാണ് നമ്മളൊക്കെ പാടിയിട്ടുള്ളത്. ഇപ്പോൾ അവരൊക്കെ ഓരോ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. അപ്പം അങ്ങനെ പോകുമ്പോൾ അവർക്ക് ആ പാട്ടുകൾ കേൾക്കുമ്പോൾ അവർ പാട്ടുകളൊക്കെ പാടും. ഇപ്പോൾ ഞാനിപ്പോൾ രാക്ഷസ് പാടുമ്പോഴാണെങ്കിലും കല്യാണരാമനിലെ പാട്ടുകൾ പാടുമ്പോൾ ഓരോരുത്തർ പറയും നിങ്ങളൊക്കെ ടീനേജിലും കോളേജ് ടൈമിലൊക്കെ കേട്ട പാട്ടുകളാണെന്നുള്ള രീതിയിൽ പറയും. അപ്പം അത് ശരിക്കും നമുക്കതൊരു പോസിറ്റീവ് ഇതാണ്. ശരിക്കും ലോകത്തിന്റെ പല ഭാഗത്തും മലയാളികളുടെ മുമ്പിൽ പോയി പെർഫോം ചെയ്യുമ്പോൾ അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ്. പിന്നെ സ്റ്റേജ് പെർഫോമൻസ് വേഴ്സസ് പ്ലേബാക്ക് സിംഗിങ് ഏതാണ് കൂടുതൽ? തീർച്ചയായും ഭയങ്കര രണ്ട് ഇതാണ്. രണ്ടും ഇഷ്ടമാണ് എനിക്ക്. ലൈവ് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നേരിട്ട് ഓഡിയൻസിന്റെ എത്തുന്നുള്ള ഒരു ഇമ്പാക്റ്റ് കിട്ടും. പിന്നെ ലൈവിൽ പാടുക എന്നുള്ളത് ചലഞ്ചിങ് ആണ്. അതിന് നമ്മളെപ്പോഴും അപ്ഡേഷൻസും നമ്മൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. അത് ഇപ്പോഴും തദൈവ പോകുന്നു. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് ഓഫ് പ്രൊഡക്ഷനും, അതായത് ഇപ്പോൾ സൗണ്ടിങ്ങും ലൈറ്റിങ്ങും അങ്ങനെയൊക്കെയുള്ള കുറേ ചേഞ്ചസ് ഒക്കെ വന്ന്, പിന്നെ അപ്പിയറൻസിലും കുറേ ലൈവിൽ നമ്മൾ കുറേ കൂടി ആക്റ്റീവായിരിക്കണം. അത് കളർഫുള്ളായിരിക്കണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതൊക്കെ ഓരോന്ന് ചെയ്യണം. അതിൻ്റെ കൂടെ പാട്ടും നിലനിർത്തിക്കൊണ്ടുപോകണം. തീർച്ചയായിട്ടും ഫാമിലി, ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഗാനമേള സിംഗറായിട്ട് 91 പാടുന്ന കാലഘട്ടം തൊട്ട് എൻ്റെ ഫാദർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം ആ സപ്പോർട്ട് ഇന്നും എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ ബ്രദേഴ്സ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും എൻ്റെ വൈഫാണെങ്കിലും എല്ലാവരും ഓൾമോസ്റ്റ് മ്യൂസീഷ്യൻസ് ആണ്. എല്ലാം അതിപ്പോഴും തദൈവ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പ്രോജക്ട്സ് ഒന്നുമില്ല. കാരണം മലയാള സിനിമയിൽ പാട്ടുകളില്ല എന്നുള്ളത് വലിയ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പാട്ടുകളൊക്കെ വളരെ പ്രിൻസ് ആൻഡ് ഫാമിലി, അത് ദിലീപേട്ടൻ്റെ ഫിലിമില് അതാണ്. അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു. പാട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ ഇപ്പൊ പാട്ടുകൾക്ക് സിനിമയിൽ പ്രാധാന്യം കുറവാണ്. അങ്ങനെ തന്നെ എനിക്ക് തോന്നിയേക്കണം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആ പാട്ടുകളൊക്കെ ഒരു ഫാസ്റ്റ് നമ്പർ സോങ് ആണെങ്കിലും ആ പാട്ടുകൾക്കൊന്നും അങ്ങനെ നമ്മൾ വിചാരിച്ച റീച്ചൊന്നും കിട്ടിയില്ല. അതാണ്. പടം നല്ല ഫിലിമായിരുന്നു, നല്ല കൺസെപ്റ്റ് ഉള്ള സിനിമയായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെ. ഒരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചോദിച്ചിട്ട് നമുക്ക് വൈകിട്ട് ചെയ്യാം. ക്രിറ്റിസിസിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഈസി ആയിട്ടാണോ അതോ ഇഗ്നോർ ചെയ്തിട്ട്? ഞാൻ എന്നെ തന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ അവരെ മൈൻഡ് ചെയ്യാറില്ല. സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആണോ?
അഡിക്റ്റഡ് അല്ല, പക്ഷേ എൻ്റെ ഒരു പ്രൊഫഷനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് ന്യൂ ജനറേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ അവർ നമ്മളെക്കാളും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അപ്പോൾ അവരുടെ ഒരു 20% എങ്കിലും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക, അത് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഒരു എംബാരസിങ് സ്റ്റേജ് മൊമെന്റ്സ് മീൻസ് ഐ മീൻ ഒരു എംബാരസിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവല്ലോ സ്റ്റേജിൽ, അതങ്ങനെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാം നമുക്ക് അങ്ങനത്തെ ഒരു മൊമെന്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സ്റ്റേജൊക്കെ അങ്ങനെ എപ്പോഴും ഒരു വളരെ ലവിങ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അതൊരു സന്തോഷം. ഇഫ് നോട്ട് എ സിംഗർ, ആരാകുന്നത്? സിംഗറല്ലേ ഇപ്പോഴും. അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. ഈ ലൈഫിൽ ദൈവം അങ്ങനെ ഒരു സിംഗറായിട്ട് അഫ്സൽ വരാന്നുള്ളതാണ്, പിന്നെ വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു ഫാൻ ഉണ്ടാവുമല്ലോ, അപ്പൊ അവര് DM ചെയ്യുമ്പോൾ റിപ്ലൈ ചെയ്യും, അതോ ജസ്റ്റ് ഞാൻ ചെയ്യും? കാരണം അവരില്ലാതെ നമ്മളില്ല. ഒറ്റ വാക്കില് അഫ്സൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഞാനല്ലേ ചെയ്യുന്നത്. അതെ, നമുക്ക് നമ്മുടെ ഒരു ഇതുണ്ടാവല്ലോ, ജനങ്ങൾ പറയട്ടെ. യെസ്. പിന്നെ ഓൾ ടൈം ഫേവറേറ്റ് സോങ്, മാപ്പിളപ്പാട്ടോ അല്ലെങ്കിൽ ഫിലിം സോങ്? എന്റെ പാട്ടുകളോട് എപ്പോഴും ഞാൻ പറയും, ഞാൻ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. ഇപ്പോഴും പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ എപ്പോഴും കുറെ നന്നാക്കാമായിരുന്നു എന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സിന്റെ പാട്ടുകൾ എപ്പോഴും എനിക്കിഷ്ടമാണ്. പ്രത്യേകിച്ച് മുഹമ്മദ് റാഫി സാർ, ദാസ് സാർ, SPB സാർ, പിന്നെ ആ കാറ്റഗറിയിലുള്ള ആ കാലഘട്ടത്തിലുള്ള എല്ലാ സിംഗേഴ്സിനെയും അവരുടെ പാട്ടുകളും അവർ പാടിയിട്ടുള്ള കമ്പോസേഴ്സ് അവരെയൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കണം എന്നുള്ളതാണ് എൻ്റെ ചിന്താഗതി. എപ്പോഴെങ്കിലും സ്റ്റേജിൽ കയറി പാട്ട് ഇങ്ങനെ മറന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു? കുറേ ഉണ്ടായിട്ടുണ്ട്. അത് ലൈവിൽ എപ്പോഴും അല്ലേ, മറവി എന്ന് പറയുന്ന മനുഷ്യനെ സംഭവിക്കാവുന്നതായിരുന്നു. ഓബിയസ്ലി എനിക്കും ഉണ്ടാവും. ഒരു ഡ്രീം കൊളാബറേഷൻ അങ്ങനെ ദൈവം സാക്ഷി ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കുറെ പേരായിട്ട് കൊളാബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഫാൻ വന്നിട്ട് സെൽഫി എടുക്കുമ്പോൾ അത് അഡ്ജസ്റ്റഡ് ചിരിയായിരിക്കും, അതോ ഒരു ജെനുവിൻ സ്മൈൽ ആയിരിക്കും? അത് പലമായിരിക്കും, നമ്മുടെ മൂഡ് പോലെ ഇരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അതിലുള്ള ഒരു കോൺസെൻട്രേഷനിൽ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ചിരിക്കാൻ പറ്റില്ല. നമ്മളൊരു ടെൻഷനിലായിരിക്കും. കാരണം ഇത്രയും ഓഡിയൻസിന് നമ്മൾ ഫേസ് ചെയ്യാൻ പോണതിന് മുമ്പ് ഉള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് ഒരു സെൽഫി വരുമ്പോൾ നിന്ന് കൊടുക്കും. ചിലപ്പോൾ നമുക്ക് അവരെ റിഗ്രറ്റ് ചെയ്യാം, എനിക്ക് പറ്റൂല എന്ന് പറയാം. പക്ഷെ അവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ നിന്നിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പം താങ്ക് യു സോ മച്ച്. വൈൻഡിങ്ങിന്റെ സമയമായി. അപ്പം അതിന് മുന്നേ ഒരു ഇഷ്ടമുള്ള ഒരു പാട്ട്, ഒരു 4 വരി. ഞാൻ പാടി തുടങ്ങിയത് ഞാൻ SPB സാറിന്റെ പാട്ടാണ്. അദ്ദേഹത്തിന്റെ പാട്ട് പച്ചമലപ്പൂവ് നീ ഉച്ചി മലത്തേന് കുത്തങ്കോരയേത് നീ നന്ദവനത്തേര് അഴകെ പൊന്നമണി സിരിച്ച വെള്ളിമണി കിളിയെ കണ്ണോറങ്ക് ദൂരി ദൂരി പച്ചമലപ്പൂവ് നീ ഉച്ചി മലത്തേന് കുത്തങ്കോരയേത് നീ നന്ദവനത്തേര്. താങ്ക് യു അഫ്സൽക്ക. ഒരുപാട് തിരക്കാണെന്നറിയാം, എന്നാലും നമ്മൾക്ക് വേണ്ടി നമ്മുടെ ചാനലിനും ഓഡിയൻസിനും വേണ്ടി ഇത്രയും ടൈം നമ്മളോട് സ്പെൻഡ് ചെയ്ത് താങ്ക് യു സോ മച്ച്.